എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഷിംജി, മെഡിക്കൽ ഡയറക്ടർ, സൗഖ്യം ഇൻ്റഗ്രേറ്റഡ് മെഡിക്കൽ സെൻറ്റർ. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ഒരു വസ്തു കൊളസ്ട്രോളാണ്. കൊളസ്ട്രോൾ നല്ലതാണോ ചീത്തയാണോ, ഇതിൽ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും ഉണ്ടോ, കൊളസ്ട്രോളിനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ, അതോ കൊളസ്ട്രോൾ വെറും കുറ്റക്കാരൻ മാത്രമാണോ എന്നൊക്കെയുള്ള പല സംശയങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. കൊളസ്ട്രോൾ എന്ന് പറഞ്ഞ ഒരു വാക്സി സബ്സ്റ്റൻസ് ആണ്. അതെങ്കിൽ കുറച്ച് ഒരു വാക്സ് പോലെ, ഒരു മെഴുകു പോലെയുള്ള ഒരു സബ്സ്റ്റൻ്റ് ആയിട്ടാണ്, ഒരു കൊഴുപ്പിൻ്റെ ഒരു അംശമായിട്ടൊക്കെയാണ് പൊതുവെ പരിഗണിക്കപ്പെടാറുള്ളത്. ബ്ലഡിൽ കാണുന്ന ഒരു വാക്സ് രൂപത്തിലുള്ള സബ്സ്റ്റൻസ്. അത് സാധാരണഗതിയിൽ എന്തിനാണ് ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഏറ്റവും പ്രധാനമായിട്ട് അത് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ കോശത്തിൻ്റെയും സ്ഥലത്തിന് കോശഭിത്തി ഉണ്ടാക്കാനൊക്കെ ഈ കൊളസ്ട്രോൾ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ പല തരത്തിൽപ്പെട്ട ഹോർമോണുകൾ, പ്രത്യേകിച്ച് നമ്മുടെ സ്ട്രെസ് ഹോർമോണുകളൊക്കെ ഉണ്ടാക്കാൻ പലപ്പോഴും കൊളസ്ട്രോൾ അത്യാവശ്യ ഘടകമായിട്ട് പറയാം. അതേപോലെ തന്നെ വളരെ അത്യന്താപേക്ഷിതമായിട്ട് നമുക്ക് വേണ്ടുന്ന മറ്റൊരു ഏരിയയാണ് തലച്ചോറിൻ്റെ പ്രവർത്തനം. ബ്രെയിൻ ഫംഗ്ഷൻ ശരിയായ രീതിയിൽ നടക്കണമെങ്കിലും ശരിയായ അളവിൽ കൊളസ്ട്രോൾ വേണം. തലച്ചോറിൻ്റെ ഭൂരിഭാഗം ഏരിയയും ഉണ്ടാക്കിയിട്ടുള്ളത് ഫാറ്റ് കൊണ്ടാണെന്നൊക്കെ നമുക്കറിയാം. അതുകൊണ്ടാണ് പലപ്പോഴും സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് കാലങ്ങളോളം കഴിച്ച് കൊളസ്ട്രോൾ വളരെയധികം കുറഞ്ഞ ആൾക്കാർക്കൊക്കെ ചെറിയ രീതിയിലുള്ള മെമ്മറി ലോസൊക്കെ ഉണ്ടാകുന്നതായിട്ടൊക്കെ നമ്മൾ കാണുന്നത്. മറ്റൊരു ഏരിയ കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് അത് വൈറ്റാമിൻ ഡിയുടെ സിന്തസിസിന്. വൈറ്റാമിൻ ഡി നമുക്കറിയാം നമ്മുടെ ശരീരത്തിൻ്റെ ജീവധർമ്മ പ്രവർത്തനങ്ങൾക്ക് വളരെയധികം ആവശ്യം വേണ്ടുന്ന ഒരു വൈറ്റാമിനാണ് വൈറ്റാമിൻ ഡി. വൈറ്റാമിൻ ഡിയുടെ സിന്തസിസിനും നമുക്ക് ഈ കൊളസ്ട്രോൾ കൂടിയേ തീരും. അതേപോലെ തന്നെ ബൈൽ സോൾട്ടിൻ്റെ പ്രിക്കോസറായിട്ട്, ബൈൽ സോൾട്ട് ഉണ്ടാക്കാനുള്ള വസ്തുവായിട്ടും കൊളസ്ട്രോൾ മാറാറുണ്ട്. ബൈൽ സോൾട്ട് നമുക്കറിയാം, അത് ഫാറ്റിനെ ഡിസോൾവ് ചെയ്യാനുള്ള ഒരു കാര്യമാണ്. ഫാറ്റിനെ ഉപയോഗപ്പെടുത്തണമെങ്കിൽ ബൈൽ സോൾട്ട് കൂടിയേ തീരൂ. അതിൻ്റെ ശരിയായ ദഹനത്തിനൊക്കെ നമുക്ക് ബൈൽ സോൾട്ട് അത്യന്താപേക്ഷിതമാണെന്നൊക്കെ നമുക്കറിയാം. പിന്നെ അതിനെക്കുറിച്ച് ഞാൻ പിന്നീട് കുറച്ചുകൂടെ സംസാരിക്കാം. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റോടെ കാത്തു നിൽക്കുന്നത് ഈ കൊളസ്ട്രോളിൻ്റെ നല്ല കൊളസ്ട്രോളും ചീത്ത കൊളസ്ട്രോളും എന്ന് നമ്മൾ പറയുന്ന രണ്ട് കാര്യങ്ങളാണ്, HDL ഉം LDL ഉം. അത് ഏത് കൊച്ചു കുഞ്ഞിനോട് ചോദിച്ചാലും നമ്മൾ പറയാം അത് HDL നല്ല കൊളസ്ട്രോളാണ്. H ഈ സ്റ്റാൻഡ് ഫോർ ഹെൽത്തി എന്നൊക്കെ പലരും പറയാറുണ്ട്. LDL എന്ന് പറഞ്ഞാൽ ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ, അത് ചീത്ത കൊളസ്ട്രോളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതിൻ്റെ വാസ്തവമായി പറഞ്ഞാൽ HDL ഉം LDL ഉം കൊളസ്ട്രോളേ അല്ല. എന്നെ മനസ്സുകൊണ്ട് ശപിക്കുന്നതിന് മുമ്പ് ഒന്നും കൂടെ കേൾക്കുക, ഇതൊക്കെ പ്രോട്ടീൻ ഗുളികകളാണ്, പ്രോട്ടീൻ ക്യാപ്സ്യൂൾസാണ്. എന്തിനാണ് ഈ ക്യാപ്സ്യൂൾ ഉണ്ടായിട്ടുള്ളത്? ഇതിനകത്തുള്ള സാധനമാണ് കൊളസ്ട്രോൾ. കൊളസ്ട്രോൾ ഒന്നേ ഉള്ളൂ. ആ കൊളസ്ട്രോൾ HDL എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ഗുളികയുടെ അകത്ത് എത്തുമ്പോൾ അത് HDL കൊളസ്ട്രോൾ എന്നും, LDLൻ്റെ അകത്ത് എത്തുമ്പോൾ LDL കൊളസ്ട്രോൾ എന്നും വിളിക്കാം. കൊളസ്ട്രോൾ പൊതുവായിട്ട് ഒന്ന് മാത്രമേ ഉള്ളൂ, അത് ശരീരത്തിൻ്റെ ഈ പ്രവർത്തനത്തിനൊക്കെ ഗുണപ്രദവുമാണ്. ഇനി ഈ HDL ഉം LDL ഉം തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ശരീരത്തിനകത്ത് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്ന പ്രധാനപ്പെട്ട ഒരു ഏരിയ എന്ന് പറയുന്നത് ലിവറാണ്. ലിവറിൽ നിന്ന് ഈ കൊളസ്ട്രോളിനെ എടുത്തു കൊണ്ടുപോയി ക്യാരി ചെയ്ത് കൊണ്ടുപോയി ബ്ലഡിലേക്ക് നിക്ഷേപിക്കാൻ സഹായിക്കുന്ന ഒരു പേടകമാണ് ഈ LDL എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ ശേഷം ഞാൻ നേരത്തെ പറഞ്ഞു, ബ്ലഡ് വഴി ഇത് എല്ലാ ഭാഗത്തും എത്തണം. ഓരോ കോശത്തിനും കൊളസ്ട്രോൾ ആവശ്യമുണ്ട്. ഓരോ കോശത്തിലേക്ക് ഇത് എത്തിക്കാനുള്ള ഒരു ട്രാൻസ്പോർട്ടേഷൻ മീഡിയം മാത്രമാണ് LDL എന്ന് പറയുന്നത്. ഇനി എക്സസ്സായിട്ട് ബോഡിയിൽ വരുന്ന കൊളസ്ട്രോൾ ഉണ്ടല്ലോ, ഇതിനെ തിരിച്ച് വീണ്ടും ലിവറിലേക്ക് തന്നെ എത്തിക്കണം. അതിനുപയോഗിക്കുന്ന പ്രോട്ടീൻ ഗുളികയാണ്, അതിനുപയോഗിക്കുന്ന ഒരു പേടകമാണ്, അതിനുപയോഗിക്കുന്ന ഒരു വാഹനമാണ് HDL എന്ന് പറയുന്നത്. അപ്പോൾ HDL ഉം LDL ഉം ഇത്ര മാത്രമേ ഉള്ളൂ. ഇനി എന്താണ് LDLനെ കൊണ്ട് എന്താണ് കുഴപ്പമുണ്ടാവുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നോർമലി നമ്മൾ നോക്കുമ്പോഴേക്കും നമ്മുടെയൊക്കെ ടോട്ടൽ LDL കൊളസ്ട്രോൾ ഒരു 130 നിൽക്കണം എന്നൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ എൻ്റെ ഏറ്റവും തമാശ എന്താണെന്ന് വെച്ചാൽ, 2004 കുറച്ച് ഡോക്ടർമാർക്ക് തോന്നി, കുറച്ചല്ല 15 പേര്, അതിന് കൃത്യമായിട്ടുള്ള കണക്കും ഡോക്യുമെൻറ്റ്സൊക്കെ ഉണ്ട്. ഈ 15 ഡോക്ടർമാർ ചേർന്ന് ഇരുന്നിട്ട് ഒരു തീരുമാനം എടുക്കുകയാണ്, കൊളസ്ട്രോൾ ഇത്രയും ആയാൽ ശരിയാവില്ല, അത് കുറച്ചുകൂടെ കുറക്കണം, അപ്പോൾ ഹൈ റിസ്ക് ആണ്, അപ്പം അത് 100 എത്തിക്കണം. അതിൽ തന്നെ വേറെ ചില ആൾക്കാർക്ക് വേണ്ടത് അത് പിന്നെ ഒരു 70 എത്തിക്കണം. അങ്ങനെ ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോഴേക്കും ഇതിൻ്റെ ഡിജിറ്റലുകളൊക്കെ മാറ്റുകയാണ്, അതിൻ്റെ സംഖ്യകൾ മാറ്റുന്നു, അതിനെ നേരെ 70 അല്ലെങ്കിൽ 80 100 എത്തിക്കുന്നു. അങ്ങനെ എത്തിച്ചതുകൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നേരം വെളുക്കുമ്പോഴേക്കും 8 മില്യൺ ആൾക്കാർ രോഗികളായി. 8 മില്യൺ ആൾക്കാർ സ്റ്റാറ്റിൻ ടാബ്ലറ്റ് കഴിക്കേണ്ട അവസ്ഥയിലേക്ക് വന്നു. അങ്ങനെ ഒരു പുതിയ ഒരു ചക്രവാളം നമ്മുടെ ആരോഗ്യമേഖലയിൽ തുറന്നു കിട്ടി. സ്റ്റാറ്റിൻ കൂടുതൽ കൊഴുത്തു വന്നു, ജനങ്ങൾ കൂടുതൽ മെലിഞ്ഞും വന്നു.
അപ്പോൾ ഇനി ഇതിനകത്തുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്നത്. ഇത് ട്രൈഗ്ലിസറൈഡ്സ് സാധാരണഗതിയിൽ ബ്ലഡിലെ ഫാറ്റ് എന്നൊക്കെയാണ് പറയുക, ബ്ലഡ് ഫാറ്റ് എന്നൊക്കെ പ്രത്യേകിച്ച് പറയും. ഇതെന്താണ് ചെയ്യുന്നത്? ഇതൊരു കൺവേർട്ടഡ് ഷുഗറാണ്, അല്ലെങ്കിൽ പഞ്ചസാരയുടെ രൂപാന്തരം ഭാവിച്ച ഒരു ഭാഗമാണ് ട്രൈഗ്ലിസറൈഡ്സ്. അതുകൊണ്ടാണ് ഇത് അത്ര നല്ലതല്ല എന്നൊക്കെ എല്ലാവരും പറയുന്നത്. ട്രൈഗ്ലിസറൈഡ്സ് നല്ലതല്ല, കാരണം ഇത് കൺവേർട്ടഡ് ഷുഗർ തന്നെയാണ്. അപ്പോൾ ഇത് ശരിക്കും കാർബോഹൈഡ്രേറ്റിനെ വഹിച്ചു കൊണ്ടുപോകുന്ന കാർബോഹൈഡ്രേറ്റിൻ്റെ വാഹകരാണ്. അതായത് നിങ്ങളുടെ ശരീരത്തിൽ എത്രമാത്രം ഷുഗർ ഉണ്ടോ അതിന് ആനുപാതികമായിട്ടായിരിക്കും നിങ്ങളുടെ ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡ് ഉണ്ടാവുക. അപ്പോൾ നമ്മുടെ ശരീരത്തിനകത്ത് എത്രമാത്രം ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിനകത്ത് കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലുണ്ടാവും. ആ കാർബോഹൈഡ്രേറ്റ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ദുരിതങ്ങൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രമാത്രം രോഗങ്ങൾ നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതുകൊണ്ടാണ് ട്രൈഗ്ലിസറൈഡ്സ് ഒട്ടും നല്ലതല്ല എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കൊളസ്ട്രോൾ നോക്കുന്ന സമയത്ത് HDL LDLൻ്റെ റേഷ്യോ ഒക്കെയാണ് നോക്കുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഏറ്റവും അനുയോജ്യമായിട്ട് പറയാനുള്ളത്, പുതിയ കാലഘട്ടത്തിനനുസൃതമായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇത് HDL ട്രൈഗ്ലിസറൈഡ് റേഷ്യോ നോക്കുന്നതാണ് നല്ലത്. ട്രൈഗ്ലിസറൈഡ്സ് ഡിവൈഡഡ് ബൈ HDL എത്രയാണെന്ന് നോക്കുക. അത് 6ൻ്റെ മുകളിലാണെങ്കിൽ നിങ്ങൾ ഡേഞ്ചറാണ്, നിങ്ങൾ അപകടാവസ്ഥയിലാണ്. അതായത് നിങ്ങളുടെ HDL 50 ആണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം 250ൻ്റെ മുകളിലേക്ക് തന്നെ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടെങ്കിലും വലിയ തോതിൽ പേടിക്കാനില്ല. പക്ഷേ ഈ റേഷ്യോ എത്രമാത്രം കുറയുന്നോ അത്ര കണ്ട് നല്ലതായിരിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ട്രൈഗ്ലിസറൈഡ്സ് 150 150 താഴെയോ അല്ലെങ്കിൽ 100ൻ്റെ താഴെയോ ഒക്കെ വെക്കാൻ വേണ്ടി പറയുന്നത്. അതായത് HDL അല്പം കുറഞ്ഞാൽ പോലും നമുക്ക് അപകടം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള ട്രൈഗ്ലിസറൈഡുകൾ കുറക്കുക എന്നുള്ളതാണ്. ട്രൈഗ്ലിസറൈഡ് കുറക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ നിങ്ങൾ കാർബ്സ് കട്ട് ചെയ്യുക. ഞാൻ നേരത്തെ പറഞ്ഞു കാർബ്സിൻ്റെ വാഹകരാണ്, അല്ലെങ്കിൽ അന്നജത്തിൻ്റെ കാർബോഹൈഡ്രേറ്റിൻ്റെ പഞ്ചസാരയുടെ വാഹകരാണ് ട്രൈഗ്ലിസറൈഡ്സ്. പഞ്ചസാര നിങ്ങളുടെ ശരീരത്തിൽ കുറയുന്നതിന് അനുസൃതമായിട്ട് തന്നെ ശരീരത്തിൽ ട്രൈഗ്ലിസറൈഡ്സ് കുറഞ്ഞു വരേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ട്രൈഗ്ലിസറൈഡ്സ് കുറയാൻ നമുക്ക് ചെയ്യേണ്ടത് കാർബോഹൈഡ്രേറ്റ് നിങ്ങൾക്ക് എവിടെയൊക്കെ കട്ട് ചെയ്യാൻ പറ്റുമോ എക്സസ് ആയിട്ടുള്ള കാർബോഹൈഡ്രേറ്റ് കൊടുക്കാതിരിക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി ആരാണ് കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്? എല്ലാവരും പറയും കൊളസ്ട്രോൾ കൂടാതിരിക്കണമെങ്കിൽ, കൊളസ്ട്രോളിൻ്റെ കാഠിന്യം കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഭക്ഷണം നിയന്ത്രിക്കണം, ഭക്ഷണം നിയന്ത്രിച്ചേ തീരൂ എന്നൊക്കെ. തീർച്ചയായിട്ടും ഭക്ഷണം നിയന്ത്രിച്ചേ തീരൂ. പക്ഷേ നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് ഫാറ്റല്ല. കാരണം നമ്മുടെ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ കേവലം 25% താഴെയാണ്. അതായത് വളരെ കുറച്ച് മാത്രമാണ്. ശേഷിക്കുന്ന 75%-ൻ്റെ മുകളിലും നമ്മുടെ തന്നെ കോശങ്ങളാണ് ഈ പറയുന്ന കൊളസ്ട്രോൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും കൊഴുപ്പ് കഴിക്കാത്ത ആൾക്കാരിലും ജീവികളിലും ജന്തുക്കളിലും ഒക്കെ കൊളസ്ട്രോളിൻ്റെയും ഫാറ്റിൻ്റെയും അളവൊക്കെ വർദ്ധിച്ചു വരുന്നത്. അപ്പോൾ എൻ്റെ ശരീരത്തിനകത്ത് ഏകദേശം 75%-ഓളമുള്ള എൻ്റെ ഫാറ്റ് ഉണ്ടാക്കുന്നത് എൻ്റെ കോശങ്ങളാണ്, പ്രത്യേകിച്ച് ലിവറാണ്. അപ്പോൾ ഒരു ദിവസം ഒരു ലിവർ ഏകദേശം 800 തൊട്ട് 1200 മില്ലിഗ്രാമോളം വരുന്ന കൊളസ്ട്രോൾ ഉണ്ടാക്കും. അതിൻ്റെ മുകളിലേക്ക് 25% മാത്രമേ ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് എനിക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ ആലോചിക്കേണ്ടത് എങ്ങനെയാണ് എൻ്റെ ലിവർ ഈ പറയുന്ന കൊഴുപ്പുണ്ടാക്കുന്നത് അല്ലെങ്കിൽ ട്രൈഗ്ലിസറൈഡ്സ് ഉണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു പഞ്ചസാരയുടെ അനുപാതത്തിനനുസരിച്ചാണ് ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന നമ്മുടെ ശരീരത്തിന് ഏറ്റവും ദോഷം ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കൊഴുപ്പിൻ്റെ ഘടകം വർദ്ധിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ അവിടെയും കുറയ്ക്കേണ്ടത് ഫാറ്റല്ല, മറിച്ച് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ അന്നജത്തിൻ്റെ അളവാണ്. കൊഴുപ്പ് കൊണ്ടുണ്ടാകുന്ന മറ്റുള്ള ഗുണങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ നമ്മൾ ദോഷത്തിനെക്കുറിച്ച് മാത്രമാണ് കൊളസ്ട്രോളിൻ്റെ കാര്യത്തിൽ പറയാറുള്ളത്. ഞാൻ നേരത്തെ ആദ്യം തന്നെ സൂചിപ്പിച്ചു, ബൈൽ സോൾട്ടിൻ്റെ ഉൽപ്പാദനത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നത് കൊളസ്ട്രോളാണ്. അപ്പോൾ കൊളസ്ട്രോൾ നമ്മൾ കഴിച്ച് എന്തെങ്കിലുമൊക്കെ മരുന്നുകൾ കഴിച്ച്, പ്രത്യേകിച്ച് നമ്മൾ സാധാരണഗതിയിൽ സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് ആണ് സർവ്വവ്യാപകമായിട്ട് കഴിക്കുക. സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിയുടെ മുകളിലേക്ക് കഴിക്കുമ്പോഴാണ് കൊളസ്ട്രോൾ ആവശ്യത്തിന് പോലും ശരീരത്തിൽ ഇല്ലാതാവുന്നതുകൊണ്ടുള്ള അപകടം വളരെ വളരെ വലുതാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്ക് വേണം. ബൈൽ സോൾട്ട് എന്ന് പറയുന്ന നമ്മളെ ലിവർ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സോഴ്സ് എന്ന് പറയുന്ന കൊളസ്ട്രോളാണ്. കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ബൈൽ സോൾട്ട് ഉണ്ടാക്കില്ല. ബൈൽ സോൾട്ട് ഇല്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ബൈൽ സോൾട്ട് ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തിനകത്ത് ഗോൾ ബ്ലാഡറിലെ കല്ലുകൾ ഉണ്ടാകുന്നത്. കോളിലിത്തിയാസിസ് എന്ന് വിളിക്കുന്ന ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടാകുന്നത് പലപ്പോഴും ബൈൽ സോൾട്ടിൻ്റെ അപര്യാപ്തത മൂലമാണ്.
അപ്പോൾ അതേപോലെ തന്നെ പാങ്ക്രിയാറ്റൈറ്റിസിനുള്ള ഏറ്റവും നല്ല വഴികളിൽ ഒന്നായിട്ട് പോലും നമ്മൾ കൊളസ്ട്രോളിൻ്റെ കുറവ് അല്ലെങ്കിൽ സ്റ്റാറ്റിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടുണ്ടാവുമെന്ന് ഇന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. കാരണം അവിടെ ഒരു ബൈൽ സ്ലഡ്ജ് എന്ന് പറയുന്ന കുറച്ച് ടോക്സിൻസ്, കുറച്ച് മോശം പദാർത്ഥങ്ങൾ ഉണ്ടാവും. ഈ സ്ലഡ്ജ് പാങ്ക്രിയാസിലേക്ക് ഒരു ഫീഡ്ബാക്ക് കൊടുക്കുകയും അതുവഴി പാങ്ക്രിയാസിന് പാങ്ക്രിയാറ്റൈറ്റിസ്, ഇൻഫ്ലമേഷൻ പോലെയുള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അതേപോലെ തന്നെ ബൈൽ സോൾട്ട്സ് കുറയുന്നത് കൊണ്ടുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് മയോപ്പതി എന്ന് നമ്മൾ വിളിക്കുന്നത്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൊഴുപ്പൊക്കെ കുറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ മസിൽസ് വളരെയധികം ക്ഷീണിച്ച് പോകുന്നത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും. ഈ മസിൽസിനുണ്ടാകുന്ന മയോപ്പതി അല്ലെങ്കിൽ മസിൽസിനുണ്ടാകുന്ന ക്ഷീണം, അത് ചിലവർക്ക് അതിനേക്കാളും രൂക്ഷമായ രീതിയിൽ നെക്രോസിസ് പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, മസിൽ നശിച്ചു പോകുന്ന ഒരു പ്രശ്നം ഉണ്ടാകാം, ചില ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് പോലും ഇതുകൊണ്ട് ഉണ്ടാകാം, മസിൽസിനുണ്ടാകുന്ന ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്. അപ്പം മസിലിനെ തളർത്താനുള്ള ഏറ്റവും നല്ല ഒരു പ്രശ്നം എന്ന് പറയുന്നത് ബൈൽ സോൾട്ട് കുറയുന്നത് കൊണ്ടും ഉണ്ടാകാം. ആ ബൈൽ സോൾട്ട് കുറയുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കാനുള്ള മരുന്നുകൾ കൊണ്ടും ഉണ്ടാകാം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ശരീരത്തിനകത്ത് ഈ ബൈൽ സോൾട്ട് കുറയുന്നതിനനുസരിച്ച് ക്രിയാറ്റിനിൻ കൈനേസിൻ്റെ അളവ് വർദ്ധിക്കും, അല്ലെങ്കിൽ കൊളസ്ട്രോൾ കുറയുന്നതനുസരിച്ചിട്ട് തന്നെ ക്രിയാറ്റിനിൻ കൈനേസിൻ്റെ അളവ് വർദ്ധിക്കും. ഈ മസിൽ വേസ്റ്റിങ്ങിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ഒരു സോഴ്സായിട്ട്, ഒരു കാരണമായിട്ട് നമുക്ക് ഈ ക്രിയാറ്റിനിൻ കൈനേസ് കുറയുന്നതും കരുതാൻ വേണ്ടി കഴിയും. ഇനി ഒരു പ്രധാന ഘടകം എന്താണ്? മസിൽ വേസ്റ്റിംഗ് കൂടാതെ ലോ ബാക്ക് പെയിനുള്ള സാധ്യതകൾ ഇത് വർദ്ധിപ്പിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഹാർട്ട് ഫെയിലിയർ സാധ്യതയും ഇത് വർദ്ധിപ്പിക്കും. കാരണം ഹാർട്ടിൻ്റെ മസിൽസുകൾ ഉണ്ടാക്കിയത് മസിൽ തന്നെയാണ്. അപ്പോൾ ഈ മസിൽസിൻ്റെ ടോട്ടൽ സ്ട്രെങ്ത് കുറയും. മറ്റൊരു പ്രധാന കാര്യമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫാറ്റ് സോളിബിൾ ആയിട്ടുള്ള വൈറ്റാമിനുകൾ അത്യന്താപേക്ഷിതമായിട്ട് ശരീരത്തിന് വേണ്ടുന്നതാണ്. വൈറ്റാമിൻ ഡി, വൈറ്റാമിൻ ഇ, വൈറ്റാമിൻ എ, വൈറ്റാമിൻ K1, വൈറ്റാമിൻ K2 തുടങ്ങിയ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റലായിട്ടുള്ള ഹോർമോൺസുകളുടെ ഉൽപ്പാദനത്തിനും കൊളസ്ട്രോൾ ആവശ്യമാണ്. അപ്പോൾ ആവശ്യത്തിലധികമായി കഴിക്കുന്ന മരുന്നുകളോ അല്ലെങ്കിൽ ആവശ്യത്തിലധികം നിങ്ങളുടെ കൊളസ്ട്രോൾ കുറയ്ക്കുകയാണെങ്കിൽ അതും നിങ്ങളുടെ ആരോഗ്യത്തെ സ്വാധീനിക്കും. മറ്റൊരു പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് കോഎൻസൈം Q10 എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മോളിക്യൂളിനെ സ്റ്റാറ്റിൻ ടാബ്ലറ്റ്സിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം നശിപ്പിക്കും. അപ്പോൾ കോഎൻസൈം Q10 ശരിയായ രീതിയിൽ നമ്മുടെ LDLൻ്റെ ഓക്സിഡേഷൻ പ്രിവെൻറ്റ് ചെയ്യുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, കൊളസ്ട്രോളിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോഴാണ് പലപ്പോഴും ഹാർട്ട് ബ്ലോക്കൊക്കെ ഉണ്ടാകുന്നത്. അത്തരത്തിലെ കാര്യത്തിനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ കഴിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകേണ്ടുന്ന ഒരു കാര്യമാണ് കോഎൻസൈം Q10 എന്ന് പറയുന്ന ഒരു ഘടകം. അപ്പോൾ സ്റ്റാറ്റിൻ ടാബ്ലറ്റ് നിങ്ങൾ ഉപയോഗിക്കാൻ നിങ്ങൾ നിർബന്ധിതനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ കൂടെ കോഎൻസൈം Q10 കൂടെ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ബൈൽ സോൾട്ടിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ബൈൽ സോൾട്ട് 2 തരത്തിലുണ്ട്. പ്രൈമറി ബൈൽ സോൾട്ടും ഉണ്ട്, സെക്കൻഡറി ബൈൽ സോൾട്ടും ഉണ്ട്. ഇത് നമ്മൾ കുറച്ചും കൂടെ ഒന്ന് മനസ്സിലാക്കിയാൽ നിങ്ങളുടെ കൊളസ്ട്രോൾ നിങ്ങൾക്ക് കുറച്ച് കൊണ്ടുവരാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. പ്രൈമറി ബൈൽ സോൾട്ട് എന്ന് പറയുന്നത്, കാരണം ബൈൽ സോൾട്ടാണ് കൊളസ്ട്രോളിൻ്റെ എക്സസ് ആയിട്ടുള്ള കൊളസ്ട്രോളിനെ പുറത്തേക്ക് കളയേണ്ടത്. അപ്പോൾ ബൈൽ സോൾട്ട് കുറഞ്ഞു കഴിഞ്ഞാലും ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിക്കൊണ്ടിരിക്കാം. അധികമായാൽ അമൃതും വിഷമാണ്. ബൈൽ സോൾട്ട് അത്യന്താപേക്ഷിതമാണ്. പക്ഷേ പണ്ടാരോ പറഞ്ഞതുപോലെ നമ്മൾ വൈറ്റാമിൻ ടാബ്ലറ്റ്സൊക്കെ ചോറിൻ്റെ കൂടെ വാരി കഴിക്കാനുള്ള സാധനമല്ല. അതൊക്കെ കൃത്യമായ അനുപാതത്തിൽ കഴിക്കേണ്ടതാണ്. അധികമായാൽ അത് ചീത്ത തന്നെയാണ്. അപ്പോൾ ഈ പറയുന്ന ബൈൽ സോൾട്ടും അധികമായാൽ മോശമാണ്. അപ്പോൾ എക്സസീവായിട്ടുള്ള കൊളസ്ട്രോളിനെ പുറത്ത് കളയാൻ വേണ്ടി ബൈൽ സോൾട്ട് വേണം. പ്രൈമറി ബൈൽ സോൾട്ട് ഉണ്ടാക്കുന്നത് ലിവറാണ്. സെക്കൻഡറി ബൈൽ സോൾട്ട് ഉണ്ടാക്കുന്നത് നിങ്ങളുടെ വൻകുടലിലുള്ള മൈക്രോബ്സ് ആണ്, അല്ലെങ്കിൽ അവിടെയുള്ള പ്രോബയോട്ടിക്കുകൾ, നല്ല ബാക്ടീരിയകളാണ്. അപ്പോൾ ശരീരത്തിനകത്ത് നല്ല ബാക്ടീരിയ ഇല്ലെങ്കിലും നിങ്ങളുടെ ബൈൽ സോൾട്ടിൻ്റെ അളവിൽ ഗണ്യമായ വ്യത്യാസം വരികയും അത് നിങ്ങളുടെ കൊളസ്ട്രോൾ ലെവൽ വർദ്ധിപ്പിക്കാൻ വേണ്ടി കാരണമാവുകയും ചെയ്യും. അപ്പോൾ നിങ്ങൾ വർദ്ധിക്കേണ്ടത് കാർബോഹൈഡ്രേറ്റ് ആണ് കൊളസ്ട്രോൾ കുറക്കാൻ വേണ്ടി. അപ്പോഴും ഒരു കാര്യം കൂടെ പറഞ്ഞാൽ ഇത് അവസാനിപ്പിക്കാം. എല്ലാ കാർബോഹൈഡ്രേറ്റും തെറ്റാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. കാർബോഹൈഡ്രേറ്റ് 3 തരത്തിലാണുള്ളതെന്ന് നമുക്കറിയാം. ഒന്ന് ഷുഗർ, പഞ്ചസാര, മറ്റൊന്ന് സ്റ്റാർച്ച്, മൂന്നാമത്തത് ഫൈബർ. നിങ്ങൾ അത്ഭുതപ്പെടേണ്ട, ഫൈബറും കാർബോഹൈഡ്രേറ്റിൽ പെട്ടതാണ്. അപ്പോൾ ഈ ഫൈബർ അധികമായിട്ട് കഴിക്കുന്നത് എന്തുകൊണ്ട്? അതുകൊണ്ടാണ് ഫൈബർ കഴിക്കുമ്പോൾ കൊളസ്ട്രോൾ കുറയുന്നതെന്നൊക്കെ പറയുന്നത്. ഈ ഫൈബർ നമ്മൾ കഴിക്കുമ്പോൾ, ഫൈബർ 2 തരത്തിലുണ്ട്, സോളിബിളും ഉണ്ട്, ഇൻസോളിബിളും ഉണ്ട്. ഇതിനകത്ത് നമ്മൾ തവിടിൽ നിന്നൊക്കെ കിട്ടുന്ന ഫൈബർ കഴിച്ചുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമില്ല. മറിച്ച്
പച്ചക്കറികളിൽ നിന്ന് കിട്ടുന്ന ഫൈബറാണ് നിങ്ങളുടെ ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമായിട്ട് വേണ്ടത്. അപ്പോൾ പച്ചക്കറി ധാരാളമായിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്നുള്ള സോളിബിൾ ഫൈബർ ധാരാളമായിട്ട് കിട്ടും. അപ്പോൾ ധാരാളമായി നിങ്ങൾ അന്നജം കഴിച്ചാൽ, അതായത് പച്ചക്കറി കഴിച്ചാൽ സോളിബിൾ ഫൈബർ കിട്ടുകയും ആ സോളിബിൾ ഫൈബർ കഴിച്ച് നിങ്ങളുടെ വൻകുടലിനകത്തുള്ള നല്ല ബാക്ടീരിയ വളരുകയും ആ ബാക്ടീരിയ നിങ്ങളുടെ സെക്കൻഡറി ബൈൽ സോൾട്ട് ഉണ്ടാക്കാൻ സഹായിക്കുകയും ചെയ്യും. അതായത് ലിവറിന് എന്തെങ്കിലും ഒരു ഡാമേജ് ഉണ്ടെങ്കിൽ ലിവറിലുണ്ടാക്കുന്ന പ്രൈമറി ബൈൽ കുറഞ്ഞാലും ഗട്ടിലുണ്ടാക്കുന്ന വൻകുടലിലുണ്ടാക്കുന്ന സെക്കൻഡറി ബൈലിൻ്റെ അളവ് വർദ്ധിപ്പിക്കും ശരീരം. നേരെ തിരിച്ചും അങ്ങനെയാണ്. വൻകുടലിന് ഒരു പ്രശ്നമുണ്ടായി ബാക്ടീരിയ ചത്തുപോയി കഴിഞ്ഞാൽ ഈ പറയുന്ന ബൈൽ സോൾട്ട് ഉണ്ടാക്കാനുള്ള കടമ കൂടുതൽ നന്നായിട്ട് ലിവർ ചെയ്യും. അപ്പോൾ ഇതൊരു ബാലൻസിങ് ആയിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ലിവറിന് തകരാറ് വരാതിരിക്കാൻ വേണ്ടിയിട്ടും നിങ്ങൾ നല്ല ബാക്ടീരിയ വയറ്റിൽ വളർത്തണം എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ആവശ്യവും ഇതാണ്. ചുരുക്കി പറഞ്ഞാൽ കൊളസ്ട്രോൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഭീകരനാണ് എന്ന് മുദ്ര കുത്തേണ്ടുന്ന ഒരാളല്ല, മറിച്ച് ഒട്ടനവധി നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാര്യമാണ്. അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ കർത്തവ്യം. ട്രൈഗ്ലിസറൈഡ്സ് എന്ന് പറയുന്ന കാർബോഹൈഡ്രേറ്റിനെ അല്ലെങ്കിൽ അന്നജത്തിനെ ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള മീഡിയമാണ് ഏറ്റവും ചീത്തയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പോൾ അതിനെ കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറച്ച് കൊണ്ടുവരിക, അതല്ലെങ്കിൽ നിങ്ങളുടെ ഷുഗർ ക്രേവിങ്, പഞ്ചസാരയോടുള്ള ആർത്തി കുറച്ച് കൊണ്ടുവരിക തന്നെ വേണം. ട്രൈഗ്ലിസറൈഡ്സ് ആണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നക്കാരനെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ഈ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കുറക്കാൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കണമെന്ന് നമ്മൾ കണ്ടു. എത്ര കാലം ഇതിങ്ങനെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിനകത്തുള്ള നിങ്ങളുടെ ന്യൂട്രീഷൻ കപ്പാസിറ്റി അനുസരിച്ചാണ് അതിൻ്റെ ഡയറ്റ് പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ദിവസം നിങ്ങൾ പൂർണ്ണമായിട്ട് എല്ലാ ഭക്ഷണവും നിർത്തി എല്ലാ ഷുഗർ സ്രോതസ്സുകളും പൂർണ്ണമായും നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾ എന്തെങ്കിലും ഒരു ഡെഫിസിറ്റുള്ള ആളാണെങ്കിൽ നിങ്ങളുടെ പ്രശ്നം മറ്റ് തരത്തിൽ കൊളസ്ട്രോൾ കുറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും രോഗം ഉണ്ടായിട്ട് കാര്യമില്ല എന്നുള്ളതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ കൃത്യമായ നിങ്ങളുടെ ആരോഗ്യത്തിനെക്കുറിച്ച് മനസ്സിലാക്കി അതിനെക്കുറിച്ചുള്ള ഒരു ഡയറ്റ് പ്ലാനോട് കൂടി നിങ്ങളെ പ്രശ്നം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെർട്ടിൻ്റെ അടുത്ത് തന്നെ നിങ്ങൾ പോവുക. ഈ കാര്യങ്ങൾ അദ്ദേഹത്തിനോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കുക. അത് കൃത്യമായി ഇംപ്ലിമെൻ്റ് ചെയ്താൽ, എൻ്റെ പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഏറെക്കുറെ മിക്ക ആൾക്കാർക്കും 3 തൊട്ട് 8 മാസത്തിനകം, അടുത്ത കാലത്തൊക്കെ ചെറിയ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ആണെങ്കിൽ 3 മന്ത്സ് കൊണ്ട് മാറാം. പരമാവധി 8 മാസം കൊണ്ട് തന്നെ മഹാഭൂരിപക്ഷം ആളിലും ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറുകയും അവരുടെ ക്രേവിങ് കുറയുകയും അതോടുകൂടി അവരുടെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെയും ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് കൃത്യമായിട്ട് കുറഞ്ഞുകൊണ്ട് വരുന്നതായിട്ടൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ടിട്ടുണ്ട്. അപ്പോൾ കൃത്യമായ ഇടപെടലുകളാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. അപ്പോൾ കൊളസ്ട്രോൾ ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ പോയി നിങ്ങൾ മരിക്കുന്ന ദിവസം വരെ ഈ കൊളസ്ട്രോളിൻ്റെ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കണോ, അതോ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ കൊളസ്ട്രോൾ പൂർണ്ണമായും നിങ്ങളുടെ പരിധിയിലേക്ക് കൊണ്ടുവരണോ, അല്ലെങ്കിൽ നമ്മളെ ട്രൈഗ്ലിസറൈഡ്സിനൊക്കെ നിയന്ത്രണ വിധേയമായിട്ട് നിങ്ങൾ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ജീവിക്കണോ എന്നുള്ള കാര്യം തീരുമാനിക്കാനുള്ള അവകാശം നിങ്ങൾക്കാണ്. ഈ കാര്യം നിങ്ങളാണ് തീരുമാനിച്ച് ചെയ്യേണ്ടത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി.